വയനാട് എൻ്റെ കുടുംബമാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ പൊരുൾ ഇപ്പോഴാണ് വയനാട്ടുകാർക്കും മലയാളികൾക്കും മനസ്സിലായത്. വയനാട് എൻ്റെ കുടുംബമെന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരിയെ ഇവിടെ മത്സരിപ്പിക്കുക. തെരഞ്ഞെടുപ്പ് കാലത്ത് 2019-ലും 2024-ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞത് വയനാട് എൻ്റെ കുടുംബമാണെന്നാണ്. ഇത്രയും അദ്ദേഹം എന്തായിരുന്നു ഉദ്ദേശിച്ചതെന്നുള്ള കാര്യം ഇപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത്. പ്രിയങ്ക ഗാന്ധി അവിടെ കൊണ്ടുവന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നത് അളിയൻ വധേര ഗാന്ധിയെ പാലക്കാട് കൂടി മത്സരിപ്പിച്ചാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം സമ്പൂജ്യരാവും, സംതൃപ്തി അടയും. വാഡ്ര ഗാന്ധിയെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും കൂടി മത്സരിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് തൃപ്തിയാവും. ഇത്രമാത്രം കുടുംബാധിപത്യമുള്ള ഒരു പാർട്ടി, ഇത്രമാത്രം ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഭൂലോകത്ത് വേറെയില്ല. അപ്പോൾ വയനാട് കുടുംബം രണ്ടാം വീടെന്നൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ പൊരുൾ ഇതായിരുന്നു എന്ന് ഇപ്പോൾ വോട്ടർമാർക്കും നാട്ടുകാർക്കും മനസ്സിലായി. പട്ടികജാതി പട്ടികവർഗ അവശ്യ പിന്നോക്ക ജനവിഭാഗങ്ങളാണ് എന്നുള്ളതാണ് ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞത്, മഹാത്മാഗാന്ധി പറഞ്ഞത്, ഭരണഘടനാ ശില്പികൾ എല്ലാവരും പറഞ്ഞത്. അതിന് വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് ഇന്ത്യ മുന്നണി പല സംസ്ഥാനങ്ങളിലും സ്വീകരിച്ചിട്ടുള്ളത്. സംഘടനയില്ലാത്ത സംഗീത സാന്ദ്രമില്ലാത്ത അടിമ ജീവിതങ്ങൾ പാട്ടുകൾ പാടിയിരിക്കുന്നത് സുധാകരൻ, സാബു, രാഖി, കിഷൻ. ഓർക്കസ്ട്രേഷൻ ഉണ്ണികൃഷ്ണൻ, മായാസ്തുതിയോ